അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങി ബംഗ്ലാദേശിലെ കാതോലിക്ക സഭ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നായ ബംഗ്ലാദേശിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത. ഈ വർഷം സഭയിൽ നിന്ന് ഡീക്കൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് 21 പേർ. രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സെമിനാരി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നത്. 3,90,000 കത്തോലിക്ക വിശ്വാസികൾ മാത്രമുള്ള ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ദൈവവിളികളുടെ വളർച്ചയാണ് പൊതുവിൽ കാണാൻ സാധിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ധാക്കയിലെ ബനാനിയിലുള്ള ഹോളി സ്പിരിറ്റ് മേജർ സെമിനാരിയാണ് രാജ്യത്തെ ഏക സെമിനാരി. അവിടെ 125 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. യുവജനങ്ങൾ വൈദിക വിളിക്ക് പ്രത്യുത്തരം നൽകുന്നത് സഭയ്ക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്ന് ബാരിസാൾ രൂപതയിലെ വൈദികനായ ഫാദർ അനോൾ ടെറൻസ് ഡി കോസ്റ്റ പറഞ്ഞു. രാജ്യത്തിന് നിരവധി ദൈവവിളികൾ ലഭിക്കുന്നുവെന്നും തങ്ങൾ അതിൽ സന്തോഷവാന്മാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രൂപതയിൽ നിന്ന് സെമിനാരിയിലെത്തിയ 2 വിദ്യാർത്ഥികളും കഴിഞ്ഞ നാളുകളിൽ ഡീക്കൻ പട്ടം സ്വീകരിച്ചിരുന്നു. കുടുംബത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും വൈദികരിൽ നിന്നും സന്യസ്തരിൽ നിന്നും ലഭിക്കുന്ന പരിശീലനം മൂലമാണ് ദൈവവിളികൾ വർദ്ധിക്കുന്നതെന്ന് ഫാദർ ടെറൻസ് ഡി കോസ്റ്റ അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പ്രചോദനം സ്വീകരിച്ചാണ് താൻ വൈദികനാകാൻ തീരുമാനിച്ചതെന്ന് ധാക്ക അതിരൂപതയിലെ അംഗമായ ഡീക്കൻ ലെനാർഡ് റൊസാരിയോ പറഞ്ഞു. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കാൻ സാധിച്ചുവെന്നും റൊസാരിയോ കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി വൈദികരും സന്യസ്തരും ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്കും ശുശ്രൂഷകൾക്കായി പോകുന്നുണ്ട്. നാളുകൾക്ക് മുൻപ് വിദേശ മിഷണറിമാർ സേവനം ചെയ്തിരുന്ന ബംഗ്ലാദേശ് ഇന്ന് സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ മിഷണറിമാരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം രാജ്യമായ ബംഗ്ലാദേശിൽ ദൈവവിളിയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഏറെ ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ഇന്ന് ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ് നിരവധി പേർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.